Today we are going to discuss about two types of ARP, Address Resolution Protocol, which is Gratuitous ARP and Proxy ARP. First we will look into Gratuitous ARP. A Gratuitous ARP is an ARP response that was not prompted by an ARP request. But Gratuitous ARP എന്ന് പറയുന്നത് ഒരു ARP response ആണ്. പക്ഷെ അത് ഒരിക്കലും ARP request ഒരു സോഴ്സ് ഹോസ്റ്റ് ARP റിക്വസ്റ്റ് അയച്ചിട്ട് ഒരു ഡെസ്റ്റിനേഷൻ ARP റെസ്പോൺസ് തിരിച്ച് അയക്കുന്നതല്ല. പക്ഷെ ഗ്രേഷ്യസ് ARP ഒരു ARP റെസ്പോൺസ് ആണ്. Now let us see how it is. The gracious ARP is sent as a broadcast as a way for a node to announce or update its IP to MAC mapping to the entire network. So gracious ARP is an ARP response sent by a host in a network in order to indicate, and it is a broadcast message, means the whole network, whichever devices are present, all the devices will receive the gracious ARP message and gracious ARP response. And what is included in this ARP response? What is the intention of this ARP response? This ARP response is actually a way by which whoever has sent the gracious ARP, the intention of that node is to announce or update its IP to MAC mapping to the entire network. അതായത് gracious ARP എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്കിനകത്തുള്ള ഒരു നോഡ് ഒരു ARP റെസ്പോൺസ് ആയിട്ട് ബ്രോഡ്കാസ്റ്റ് ആയിട്ട് ബാക്കിയുള്ള എല്ലാ ഡിവൈസസിനും കിട്ടത്തക്ക രീതി ഒരു ARP റെസ്പോൺസ് ആയിട്ടാണ് അയക്കുന്നത്. ആ മെസ്സേജിന്റെ അകത്ത് ഉള്ളതെന്ന് പറയുന്നത് ആ നോഡിന്റെ IP അഡ്രസ്സിന് കറസ്പോണ്ടിങ് MAC അഡ്രസ് ഏതാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജാണ്. അതായത് IP ടു MAC മാപ്പിംഗ്. IP അഡ്രസ് ഇതാണ് എന്റെ കറസ്പോണ്ടിങ് MAC അഡ്രസ് ഇതാണെന്നും പറഞ്ഞ് മാപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു മെസ്സേജാണ്. അതായത് അപ്ഡേറ്റ് ചെയ്യുക, എന്റെ നോഡിന്റെ MAC അഡ്രസ് ഇതാണെന്നും പറഞ്ഞ് എല്ലാരെയും അറിയിക്കുന്ന മെസ്സേജാണ് gracious ARP. Now we will look into the description. Gracious ARP is used when a node and system has selected an IP address and then wishes to define its chosen address on the local area network. That is to check no other node is using the same IP address. അതായത് gracious ARP എന്ന് പറയുന്നത് ഒരു നോഡ് ഇപ്പോൾ ഒരു IP അഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ IP അഡ്രസ്സ് ആ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ARP മെസ്സേജ് ആണ് ഗ്രേഷ്യസ് ARP എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നത്? അയച്ചു കൊടുക്കും, ബ്രോഡ്കാസ്റ്റ് ആയിട്ട് നെറ്റ്വർക്കിൽ ഫുൾ അയച്ചു കൊടുത്തിട്ട് പറയും ഇതാണ് എൻ്റെ MAC അഡ്രസ് എന്ന്. അപ്പം അപ്ഡേറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കും. It can also be used to force a common view of the node's IP address. So we can, this is a way, this gracious ARP is another way to have a look at the node's IP address. Example, after the IP address has changed. അതായത് ഒരു നോഡിന്റെ IP അഡ്രസ് MAC അഡ്രസ്സിലോട്ട് മാപ്പ് ചെയ്ത് കഴിയുമ്പോൾ MAC അഡ്രസ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു വഴിയാണ് gracious ARP. Use of this is common when an interface is first configured, as the node attempts to clear out any stale caches that might be present on other hosts. അതായത് നമുക്കറിയാം ക്യാഷ് മെമ്മറിയിലാണ് വൺസ് ഒരു സോഴ്സ് ഹോസ്റ്റ് ARP റിക്വസ്റ്റ് അയച്ച് ഡെസ്റ്റിനേഷന്റെ MAC അഡ്രസ് കിട്ടിക്കഴിയുമ്പോൾ സോഴ്സ് ഹോസ്റ്റിന്റെ ക്യാഷിലാണ് ആ MAC അഡ്രസ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പം അങ്ങനെയുള്ള ഏതെങ്കിലും ക്യാഷ് മെമ്മറി, ഇപ്പോൾ ഒരു പുതിയതായിട്ടൊരു നോഡ് നെറ്റ്വർക്കിൽ ഇൻവോൾവ് ആയി കഴിയുമ്പോൾ വേറെ ഏതെങ്കിലും പഴയ ക്യാഷസിൽ എന്തെങ്കിലും അപ്ഡേറ്റഡ് ആയിട്ട് കിടക്കുവാണെങ്കിൽ ആ ക്യാഷിൽ കിടക്കുന്ന MAC അഡ്രസ് ഒന്നും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു നോഡ് പ്രസന്റ് ആണ്, എന്റെ IP അഡ്രസ് മാപ്പിംഗ് ടു MAC അഡ്രസ് ഇതാണെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോൾ സ്റ്റേൽ ക്യാഷസിന്റെ അകത്ത് ക്യാഷ് മെമ്മറിക്കകത്ത് എന്തെങ്കിലും പഴയ അപ്ഡേഷൻ വല്ലതും കിടക്കുന്നുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാനും കൂടിയാണ് ഇത് ചെയ്യുന്നത്. The node simply sends an ARP request for itself.
അപ്പം ARP റെസ്പോൺസ് ആയിട്ടല്ലേ അയക്കുന്നത്. അപ്പം ARP റെസ്പോൺസ് എപ്പോഴും ഒരു ARP റിക്വസ്റ്റിന് റിപ്ലൈ ആയിട്ടാണ് ARP റെസ്പോൺസ് പോകേണ്ടത്. അപ്പം ഇവിടെ ARP റിക്വസ്റ്റ് ഈ ഏത് നോഡാണോ ARP റെസ്പോൺസ് അയക്കാൻ തയ്യാറായി നിൽക്കുന്നത് ആ നോഡ് തന്നെ ചുമ്മാ അതിനോട് തന്നെ ഒരു ARP റിക്വസ്റ്റ് സ്വന്തമായിട്ട് അയക്കും. എന്നിട്ട് ഈ ARP റെസ്പോൺസ് ബ്രോഡ്കാസ്റ്റ് ആയിട്ട് അയക്കും. അങ്ങനെയുള്ള ARP റെസ്പോൺസിനെയാണ് ഗ്രേഷ്യസ് ARP എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി വിൽ ലുക്ക് ഇൻ ടു പ്രോക്സി ARP. Proxy ARP is a technique by which a proxy device on a given network answers the ARP queries for an IP address that is not on that network. Proxy ARP വേറൊരു കേസാണ്. ഇപ്പം ഒരു ARP ഒരു സോഴ്സ് ഹോസ്റ്റിങ്ങിന് ARP ക്വയറീസ് അല്ലെങ്കിൽ ARP റിക്വസ്റ്റിങ്ങിന് ഒരു ഡെസ്റ്റിനേഷന് വേണ്ടി അയച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ആ നെറ്റ്വർക്കിൽ ചിലപ്പോൾ ആ ഡെസ്റ്റിനേഷൻ ഡിവൈസ് കാണത്തില്ല. അപ്പം ആ ഡെസ്റ്റിനേഷൻ ഡിവൈസിന് പകരം വേറൊരു ഡിവൈസ് ഈ സോഴ്സ് ഹോസ്റ്റിൽ നിന്ന് വരുന്ന ARP റിക്വസ്റ്റുകൾക്ക് ആൻസർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രോക്സി ഡിവൈസ്, ആ ടെക്നിക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ ഡെസ്റ്റിനേഷൻ അല്ല ആൻസർ ചെയ്യുന്നത്, വേറെ പ്രോക്സി ഡിവൈസ് ആണ്, വേറൊരു ഇന്റർമീഡിയറ്റ് ഡിവൈസ് ആണ് ആൻസർ ചെയ്യുന്നത്. അപ്പൊ ആ ഡിവൈസ്, ഈ ടെക്നിക്കിനെ എന്ത് പറയാം, പ്രോക്സി ARP എന്ന് പറയാം. അതായത് ഒരു സോഴ്സ് ഹോസ്റ്റ് ARP റിക്വസ്റ്റുകൾ അയക്കുന്നു, പക്ഷെ ഇന്റന്റഡ് ഡെസ്റ്റിനേഷൻ അല്ല തിരിച്ച് ARP റെസ്പോൺസ് അയക്കുന്ന, പകരം ഏതോ ഒരു പ്രോക്സി ഡിവൈസ് ആണ്, നെറ്റ്വർക്കിൽ പ്രസന്റ് ആയിട്ടുള്ള ഏതോ ഒരു പ്രോക്സി ഡിവൈസ് ആണ് അയക്കുന്നത്. ഈ ടെക്നിക്കിനെയാണ്, ഈ ARP മെത്തേഡിനെയാണ് പ്രോക്സി ARP എന്ന് പറയുന്നത്. ദ പ്രോക്സി is aware of the location of the traffic's destination and offers its own MAC address as a destination. അപ്പം എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഡെസ്റ്റിനേഷൻ ARP റെസ്പോൺസ് അയക്കാത്തത്? കാരണം ഈ പ്രോക്സി ഡിവൈസ് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് ഡെസ്റ്റിനേഷൻ ഡിവൈസ് ശരിക്കും പറഞ്ഞാൽ ട്രാഫിക്കിലാണ്. അതായത് ഡെസ്റ്റിനേഷന് ഇപ്പൊ കറന്റ്ലി ഈ ARP റിക്വസ്റ്റുകൾക്ക് ARP റെസ്പോൺസ് അയക്കാൻ പറ്റത്തില്ല എന്ന് പ്രോക്സി മനസ്സിലാക്കി. അങ്ങനെ പ്രോക്സി ഡിവൈസസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡെസ്റ്റിനേഷന്റെ ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ പ്രോക്സി ഡിവൈസ് തിരിച്ച് ARP റെസ്പോൺസ് അയക്കുന്നത്. അപ്പം ഇവിടെ പ്രോക്സി ഡിവൈസ് എന്ത് ചെയ്യും, പ്രോക്സി ഡിവൈസിന്റെ MAC അഡ്രസ് തിരിച്ച് ഡെസ്റ്റിനേഷന്റെ MAC അഡ്രസ് ആണെന്നും പറഞ്ഞ് ARP റെസ്പോൺസ് ആയിട്ട് തിരിച്ച് സോഴ്സിന് അയച്ചു കൊടുക്കും. So next is proxy ARP. Proxy ARP is a name given when a node responds to an ARP request on behalf of another node. I think now the point is clear. Proxy ARP എന്ന് പറയുന്നത് ഒരു ARP റെസ്പോൺസ് ആണ്. പക്ഷെ ഇത് ഒരു നോഡ് വേറൊരു നോഡിന്റെ ബിഹാഫില്, ഒരു നോഡ് വേറൊരു നോഡിന് പകരം വരുന്ന ARP റിക്വസ്റ്റുകൾക്ക് ARP റെസ്പോൺസ് അയക്കുന്നതിനെയാണ് പ്രോക്സി ARP എന്ന് പറയുന്നത്. ദിസ് ഇസ് കോമൺലി യൂസ് ടു റീഡയറക്ട് ട്രാഫിക് സെൻഡ് ടു വൺ IP അഡ്രസ് ടു അനദർ സിസ്റ്റം. അതായത് ഇത് എന്തിനാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ട്രാഫിക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്, ട്രാഫിക് അല്ലെങ്കിൽ റീഡയറക്ട് ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അതായത് ഡെസ്റ്റിനേഷൻ ബിസി ആയതുകൊണ്ടാണ് ഇടയ്ക്കുള്ള പ്രോക്സി ഡിവൈസ് ഇത് ചെയ്യുന്നത്. പ്രോക്സി ARP can also be used to subvert traffic away from the intended recipient. ആ പോയിന്റ് തന്നെയാണ് പറയുന്നത്. ട്രാഫിക് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് പ്രോക്സി ARP ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. By responding instead of the intended recipient, a node can pretend to be a different node in a network and therefore force traffic directed to the node to be redirected to itself. സെയിം പോയിന്റ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഡെസ്റ്റിനേഷൻ ഡിവൈസ് ബിസി ആയതുകൊണ്ട് എന്താ പ്രോക്സി ഡിവൈസസ്, ഇടയ്ക്ക് നിൽക്കുന്ന ഇന്റർമീഡിയറ്റ് ഡിവൈസസ് സ്വന്തമായിട്ട് ട്രാഫിക് എടുക്കുവാണ്, വരുന്ന ARP റിക്വസ്റ്റുകളെ എടുത്തിട്ട് തിരിച്ച് ARP റെസ്പോൺസസ് അയക്കുവാണ്. The node can then view the traffic example. The node can then view the traffic example before forwarding this to the originally intended node or could modify the traffic. അപ്പം ഈ ഇടയ്ക്ക് നിൽക്കുന്ന നോഡ്, റിസീവ് ചെയ്യുന്ന പ്രോക്സി നോഡിന് ട്രാഫിക് ചെക്ക് ചെയ്യാം, ഡെസ്റ്റിനേഷൻ ഫ്രീ ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്തിട്ട് വരുന്ന ARP റിക്വസ്റ്റുകളെ അങ്ങോട്ട് ഫോർവേഡ് ചെയ്യാം. അപ്പം എപ്പോഴാണോ ഡെസ്റ്റിനേഷൻ ഫ്രീ ആകുന്നിടം വരെ
ഡെസ്റ്റിനേഷന് പകരം ആക്ട് ചെയ്യുന്ന പ്രോക്സി ഡിവൈസസിന് ഡെസ്റ്റിനേഷന്റെ ട്രാഫിക് ചെക്ക് ചെയ്തിട്ട് എപ്പോഴാണോ ഫ്രീ ആവുന്നത് ഒറിജിനലി ഡെസ്റ്റിനേഷൻ ശരിക്കുള്ള ഡെസ്റ്റിനേഷന് റീഡയറക്ട് ചെയ്ത് ഈ മെസ്സേജസ് വിടാം. അല്ലെങ്കിൽ ഈവൻ ട്രാഫിക് മോഡിഫൈ ചെയ്യാം. അതായത് ഫ്രീ ആകുന്നിടം വരെ പ്രോക്സി ഡിവൈസസ് റിക്വസ്റ്റുകൾ റിസീവ് ചെയ്തുകൊണ്ടിരിക്കും. Improper use of proxy ARP is therefore significant security vulnerability and some networks therefore implement systems to detect this. ഇതൊരു വലിയ പ്രോബ്ലം ആണ്. കാരണം പ്രോക്സി ARPയില് സെക്യൂരിറ്റി പ്രോബ്ലം വരുന്നുണ്ട്. കാരണം ഇന്റൻഡഡ് റെസിപ്പിയന്റ് അല്ല ശരിക്കുള്ള റിക്വസ്റ്റ് റിസീവ് ചെയ്യുന്നത്. അപ്പം പ്രോക്സി ഡിവൈസസ് യൂസ് ചെയ്യുമ്പോൾ പ്രോക്സി ARP ടെക്നിക് യൂസ് ചെയ്യുമ്പോൾ സെക്യൂരിറ്റി പ്രോബ്ലംസ് വരുന്നുണ്ട്. അതുകൊണ്ട് നെറ്റ്വർക്ക്സ് എല്ലാം ഈ ടെക്നിക് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും വൾണറബിലിറ്റി നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ടെക്നിക്സും ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട്. Gratuitous ARP can also help defend the correct IP to MAC bindings. പക്ഷെ Gratuitous ARP നേരെ തിരിച്ചാണ്. Gratuitous ARP എപ്പോഴും യൂസ് ചെയ്യുന്നത് ഒരു നോഡിന്റെ IP അഡ്രസ് എപ്പോഴാണോ മാക് ബൈൻഡിങ്ങിലോട്ട് അല്ല ഒരു IP അഡ്രസ് മാക്കിലോട്ട് ട്രാൻസ്ലേറ്റ് ആയിപ്പെടുന്നത് ആ സമയത്ത് ഒരു നോഡിന്റെ മാക് അഡ്രസ് ഇതാണെന്ന് അനൗൺസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് Gratuitous ARP ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്.